രൂപയെങ്കിലും ആയി കാണില്ലേ? അമ്മയുടെ കുറെ നാളത്തെ ആഗ്രഹമായിരുന്നു മോൾക്കൊരു മാല വാങ്ങി കൊടുക്കണമെന്ന്. അതിനുവേണ്ടി സ്വരുക്കൂട്ടി വെച്ച കാശൊക്കെ വെച്ച് വാങ്ങിച്ചതായിരിക്കും. നമ്മൾ എന്തിനാ അതൊക്കെ അന്വേഷിക്കാൻ പോകുന്നേ? കാര്യമുണ്ട് സോനെ. അമ്മ കുറച്ചു ദിവസം മുമ്പ് ട്രാവൽസിൽ വന്ന് എന്നോടും സത്യനോടും 50,000 രൂപ ചോദിച്ചിരുന്നു. ആർക്കാ എന്തിനാ എന്നൊന്നും ചോദിച്ചിട്ട് പറഞ്ഞില്ല. പിന്നെ ഞങ്ങൾ 50,000 രൂപയുടെ ചെക്ക് കൊടുത്തു. പക്ഷേ അത് ആവശ്യം വന്നില്ലെന്ന് പറഞ്ഞ് അമ്മ തിരിച്ചു തരികയും ചെയ്തു. അല്ല, 50,000 രൂപയുടെ ബാധ്യത ഉണ്ടായിരുന്ന ഒരാൾ അതും തീർത്ത് ഇത്രയും വിലയുള്ള സ്വർണ്ണമാല വാങ്ങിക്കുകയും ചെയ്തു. അതിന് മാത്രം കാശ് എവിടെ നിന്ന് കിട്ടിയതായിരിക്കും സോനെ? എവിടുന്ന് കിട്ടാൻ? അമ്മയ്ക്ക് വല്ല ലോട്ടറി അടിച്ചു കാണും, അല്ലാതെ എന്ത് പറയാന്? ക്ഷമെടുത്തേക്ക് തന്നെ. ഇന്ദ്രേട്ടാ, എനിക്ക് തോന്നുന്നതേ അക്കൗണ്ട് വഴി മാറാനുള്ള ചെക്ക് ആയതുകൊണ്ടായിരിക്കും അമ്മ ആ ചെക്ക് തിരിച്ചേൽപ്പിച്ചതെന്നാ. അല്ലാതെ അമ്മയ്ക്കൊരു ബുദ്ധിമുട്ട് വന്നാ ഞങ്ങളെ സഹായിക്കുമെന്നറിയാനുള്ള പരീക്ഷണമൊന്നും ആയിരുന്നില്ല. സത്യ, ചെക്ക് മാറുമ്പോൾ ആളെ തിരിച്ചറിയുന്നു കരുതി ആവശ്യം മാറ്റിവെക്കാൻ പറ്റുമോ? അമ്മയ്ക്ക് അത്യാവശ്യമുള്ളതാണെങ്കിൽ എന്ത് റിസ്ക് എടുത്തും അമ്മ ആ ചെക്ക് മാറിയിരിക്കും. അപ്പോൾ അങ്ങനെയാണെങ്കിൽ അമ്മയ്ക്ക് വേറെ എവിടെന്നെങ്കിലും 50,000 രൂപ റെഡിയായി കാണണം. എന്തായാലും കൂട്ടുകെട്ടുകളൊന്നും അത്ര ക്ലിയർ അല്ല. എവിടേക്കോ എന്തൊക്കെയോ കുഴപ്പങ്ങൾ കാണുന്നുണ്ട്. സത്യ, ചെക്ക് തിരിച്ചു വന്ന് എന്തായിരിക്കും എന്നുള്ളതിന്റെ ചെറിയൊരു സൂചന കിട്ടിയിട്ടുണ്ട്. എന്ത് സൂചന? അത് അമ്മയ്ക്ക് എവിടെന്നോ കാര്യമായിട്ട് ക്യാഷ് കളഞ്ഞിട്ടുണ്ട്. ഇന്ന് നമ്മുടെ ചെക്ക് തിരിച്ചു തന്നത് പോരാഞ്ഞ് ശ്യാമമോൾക്ക് അമ്മ 3 ഗ്രാമിന്റെ സ്വർണ്ണമാലയും സമ്മാനിച്ചിരിക്കുന്നു. ഇന്നത്തെ സ്വർണ്ണവില അനുസരിച്ച് എങ്ങനെ പോയാലും ആ മാലയ്ക്ക് ഒരു 40,000 രൂപ വരും. അല്ല, സോന എന്താ പറഞ്ഞത്? അത്രയും കാശ് അമ്മയ്ക്ക് എവിടെ നിന്ന് കിട്ടിയെന്ന് സോനയ്ക്ക് അറിയാതിരിക്കില്ലല്ലോ. അല്ല, നീ അത് സോനയോട് ചോദിച്ചോ? ഞാൻ ചോദിച്ചു, പക്ഷേ അതൊന്നും അവൾക്ക് അറിയില്ലെന്നും പറഞ്ഞ് അവൾ ഒഴിഞ്ഞു മാറുകയും ചെയ്തു. പിന്നെ ഞാൻ വിടാതെ ചോദിച്ചപ്പോൾ അമ്മയ്ക്ക് വല്ല ലോട്ടറി അടിച്ചാണെന്നും പറഞ്ഞു. എന്തായാലും ഒരു 1 ലാഖ് അമ്മയെ എവിടുന്ന് ഒപ്പിച്ചിട്ടുണ്ട്. നമ്മളെ ഒന്നും ഇങ്ങനെ സഹായിക്കാൻ ആരുമില്ലല്ലോ ദൈവമേ. ഇത് സഹായമൊന്നും ആവാൻ വഴിയില്ലല്ലോ. സഹായം ചോദിച്ചു വാങ്ങിയ കാശുകൊണ്ട് കടം വീട്ടിയാലും അമ്മ മോൾക്ക് സ്വർണ്ണമാല വാങ്ങിച്ചു കൊടുക്കോ ശ്യാം? അമ്മയുടെ കാര്യത്തിൽ നമുക്കൊന്നും പ്രവചിക്കാൻ പറ്റില്ല സത്യ. ഈ 50,000 കടം വീട്ടാൻ വേണ്ടി ആരോടെങ്കിലും 1 ലക്ഷം കടം വാങ്ങിക്കാണോ അമ്മ? എന്തായാലും അടുത്തത് അമ്മ നിങ്ങളോട് ചോദിക്കാൻ പോകുന്നത് 1 ലക്ഷം ആയിരിക്കും. നിങ്ങൾ നോക്കൂ. അമ്മ ട്രാവൽസിൽ നിന്ന് പണം വാങ്ങിച്ച കാര്യം എന്നോട് എന്താ പറയാ തരുന്നേ? ട്രാവൽസിൽ നിന്ന് വാങ്ങിച്ച പണം, അതിന് ഞാൻ വാങ്ങിച്ച ചെക്ക് മാറിയില്ലല്ലോ, അത് തിരിച്ചു കൊടുക്കുകയും ചെയ്തല്ലോ. അതാ ലോട്ടറിയുടെ കാശ് എവിടെ നിന്ന് കിട്ടിയതുകൊണ്ടല്ലേ? അല്ലെങ്കിൽ അമ്മയുടെ കടം വീട്ടാൻ വേണ്ടി സത്യേട്ടനെയും ശ്യാമേട്ടനെയും കാശ് ഉപയോഗിക്കേണ്ടി വരില്ലായിരുന്നോ? അതെ, അതിനെന്താ? എനിക്കൊരു ബാധ്യത ഉണ്ടായാൽ അത് തീർത്തു തരാനുള്ള കടമ അവർക്കില്ലേ? എന്നാലും അമ്മയ്ക്ക് ഇത്രയും വലിയ ബാധ്യത എന്തായിരുന്നു? അത് ഞാൻ പോലും അറിയാതെ ട്രാവൽസിൽ പോയി ചെക്ക് വാങ്ങിക്കണമെങ്കിൽ വേറെ ആരും അറിയാൻ പാടില്ലാത്ത ബാധ്യതയായിരിക്കണമല്ലോ.
അതേടി, രഹസ്യമായിട്ടൊരു കൊട്ടേഷൻ കൊടുത്തതിന്റെ ബാധ്യത തന്നെയാണ്. പക്ഷേ ആരെ ഒതുക്കാനാണോ